ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നമുക്ക് കുറച്ച് നെയ്വെള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഔഷധ ഗുണമുള്ളതും പ്രസവരക്ഷയ്ക്കും നടുവേദനയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. കുറച്ച് കരിപ്പട്ടിയും കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. കരിപ്പട്ടിക്കകത്തായിട്ട് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്ക് അമ്മ ഇലയൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് തേങ്ങയൊക്കെ ഈ കരിപ്പട്ടി ഉണ്ടല്ലോ, ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ചതച്ചെടുത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ പാനിയാക്കി എടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അതിനകത്തൊക്കെ കുറേ അഴുക്കുകളൊക്കെ കാണാം. നമ്മൾ അരിപ്പ് വെച്ച് അരിച്ചെടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് ആ ഒരു അഴുക്കെല്ലാം പോയി കിട്ടും. പിന്നെ കുറച്ച് പച്ചരി കുതിർക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും തേങ്ങയും കൂടെ നല്ല രീതിയിൽ അരച്ചെടുക്കുന്നുണ്ട്. നല്ല പേസ്റ്റ് പരുവത്തിന്. പിന്നെ കുറച്ച് കൊച്ചുള്ളി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ പാനി കാച്ചി വെച്ച് അതും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുന്നത്. ഇതാണ് ഇതിലെ ഏറ്റവും മെയിനായിട്ടുള്ള ജോലി. ഇതിൻ്റെ കമ്പും ആ ഇലയും എല്ലാം കൂടെ മിക്സിക്കകത്തിട്ട് നല്ലപോലെ അരച്ച് കൈവച്ച് ഞെവിടി അതിൻ്റെ സത്ത് മൊത്തം എടുക്കണം കേട്ടോ. അപ്പോൾ വെച്ച് നല്ല രീതിയിൽ അരിച്ചെടുക്കണം കേട്ടോ. ഇപ്രാവശ്യം നമ്മൾ വെളിയിൽ അടുപ്പിലിട്ടായിട്ടാണ് വേവിക്കുന്നത്. കാരണം ഗ്യാസൊന്നും കിട്ടാനില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പുറത്തിട്ട് ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അടുപ്പ് നല്ല രീതിയിൽ എന്തായാലും പെട്ടെന്ന് കത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മാറിയും തിരിഞ്ഞും ഒക്കെ ഇളക്കുന്നുണ്ടായിരുന്നു. നല്ല പാടായിട്ട് ഇത് ഇളക്കാനായിട്ട്. കാരണം അതിൻ്റെ വെള്ളമൊക്കെ നല്ല രീതിയിൽ വറ്റി വരണം കേട്ടോ. അത്ര നേരം നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഞങ്ങൾ മാറി തിരിഞ്ഞ് ഇങ്ങനെ ഇളക്കി നിൽക്കട്ടെ. പിന്നെ കുറച്ച് നല്ല രീതിയിൽ വെന്ത് വരുമ്പോഴത്തേക്ക് അതിനിങ്ങനെ കുമ്പള വരും. അതൊക്കെ നമ്മളെ കയ്യിൽ ഇങ്ങനെ വീഴും കേട്ടോ. ഞാൻ ആ സമയത്തൊന്നും ഇളക്കിയിട്ടേ ഇല്ല. നല്ല പാടാ ആ സമയത്ത് ഇളക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ നിന്ന സമയത്തൊന്നും വെയിലില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ വെയിലടിച്ച് തുടങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നെയ്യും കൂടിയൊക്കെ ഒഴിച്ച് അപ്പോഴത്തേക്ക് കേച്ച് സ്കൂളിൽ നിന്ന് വരാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൻ പറഞ്ഞ് ഞാനും കൂടെ ഇളക്കി തരാമെന്ന് പറഞ്ഞാൽ അവനും വന്നൊന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കിത് മുമ്പ് അത്ര ഇഷ്ടമല്ല. ഞാൻ പണ്ട് ഇത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നല്ല നെയ്യുടെ മണവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മസ്റ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അത്രയ്ക്ക് ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തി സാധനമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. ടാറ്റാ ബൈ ബൈ, സീ യു.